ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗംഭീരമായിരുന്നു പത്മേ. കൺഗ്രാചുലേഷൻസ്. സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും നൃത്തം മനോഹരമായിരുന്നു. അതിലൊക്കെ ഉപരി തമ്പുരാട്ടിയുടെ പാട്ടും പ്രതാപന്റെ മൃദംഗം വായനയും വേണുവും ജഗനും ഒട്ടും മോശമായില്ല. നീ വാടാ, അയാള് വരൂന്നേ, വരാതിരിക്കില്ല. എന്താ മോളെ, ആ വർമ്മയുടെ മോൾക്ക് എന്തു പറ്റി? തീ പിടിച്ച മട്ടിലാണല്ലോ അവരുടെ നിൽപ്പ്. അച്ഛാ, അതൊരു ഗുഡ് ന്യൂസാ. ഗുഡ് ന്യൂസോ? എങ്കിൽ വേഗം പറ മോളെ, ഞങ്ങളൊന്ന് ചിരിക്കട്ടെ. ആ, അവളുടെ പാട്ടുകാരനും 1-2 പക്കമേളക്കാരും ഇതുവരെ വന്നിട്ടില്ല. ദൈവമേ, ഇങ്ങനൊരു പണി കൊടുത്തതിന് ദൈവത്തിന് നന്ദി. എന്താ മോളെ, എന്താ പ്രശ്നം? അമ്മേ, പാടുന്ന ഭാഗവതർ ഇതുവരെ വന്നിട്ടില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യും ദൈവമേ? അയാള് വരൂന്നേ, വരാതിരിക്കില്ല. ഇനി വന്നാലും അയാളെ കൊണ്ട് പാടിപ്പിക്കണ്ട. മനുഷ്യനെ കൊണ്ട് തീ തീറ്റിക്കുന്നതിന് നമുക്ക് വേണ്ട. പിന്നെ വേറെ ആര് പാടും? അതിന് വഴിയുണ്ട്. നൃത്ത മത്സരത്തിൽ അടുത്തതായി രംഗവേദിയിലേക്ക് എത്തുന്നത് പത്മാവതി മഹാദേവ വർമ്മ. അതെ, പാട്ടുകാരൻ വന്നില്ലല്ലോ. ആര് പാടും? എങ്ങനെ നടക്കും പക്കമേളക്കാരും പാട്ടുകാരും ഇല്ലാതെ? അവളുടെ ഡാൻസ് ഒന്നും നടക്കില്ല. നമ്മൾ ജയിക്കും. അവളെയും അവളുടെ അമ്മ സരസ്വതിയെയും ഊവി ഓടിക്കണം. പത്മാവതി മഹാദേവ വർമ്മ ഓൺ ദി സ്റ്റേജ്. കണ്ടോ, അവളുടെ അമ്മ സരസ്വതി. ദൈവമേ, ഇതങ്ങ് പൊള്ളിയല്ലോ വല്ലാണ്ട്. ഞാനെന്നാ കൂവി തോപ്പിക്കട്ടെ. കൂവിയ സംഘാടകരെ നിന്നെ എടുത്തിട്ട് കിളയ്ക്കും. മിണ്ടാരിയടാ. അയാൾ അറിഞ്ഞ അവളുടെ പാട്ടുകാരൻ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇയാളെക്കാൾ നന്നായി സരസ്വതി പാടുന്നുണ്ടല്ലോ. അച്ഛ, കൈവിട്ട് പോവോ? അങ്ങനൊന്നും സംഭവിക്കില്ല. ജയിക്കുന്നത് എന്തായാലും പാട്ടുമുറിക്കൽ കർത്താവിന്റെ മകൾ ഊർമിള തന്നെയായിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കും.
ഗംഭീരമായിരുന്നു പത്മേ. കൺഗ്രാചുലേഷൻസ്. സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും നൃത്തം മനോഹരമായിരുന്നു. അതിലൊക്കെ ഉപരി തമ്പുരാട്ടിയുടെ പാട്ടും പ്രതാപന്റെ മൃദംഗം വായനയും വേണുവും ജഗനും ഒട്ടും മോശമായില്ല. എന്താ കോച്ച? ഫസ്റ്റ് പ്രൈസ് നമുക്ക് തന്നെ, അതിലൊരു സംശയവും വേണ്ട. ജഡ്ജിന് അവള് കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ എനിക്ക് തന്നെ കിട്ടും, നോ ഡൗട്ട്. കൈക്കൂലി മേടിച്ച ആ ജഡ്ജിനെ ഞാൻ ഒന്നടങ്കം കൈകാര്യം ചെയ്യും, അതുറപ്പാ. ആ കാര്യം എനിക്ക് കിട്ടി, ഞാനേറ്റു. എല്ലാം ഗംഭീരമായി. പത്മാവതിയുടെ നൃത്തത്തിന് പാടാനിരുന്ന ഭാഗവതരാ ഞാൻ. പേര് ശിവദാസൻ. ക്ഷമിക്കണം പത്മേ, ഞാനൊരല്പം വൈകിപ്പോയി. മാഷിനെ വഴക്കൊന്നും പറയണ്ട. മാഷ് സമയത്തിന് വരാതിരുന്നോണ്ടല്ലേ എനിക്ക് ഇവരുടെ പെർഫോമൻസ് കാണാൻ കഴിഞ്ഞത്. പാട്ട് കേട്ടതിലല്ല, പ്രതാപേട്ടന്റെ മൃദംഗ വായനയില എനിക്ക് നന്നായി നൃത്തം ചെയ്യാൻ കഴിഞ്ഞത്. എന്തൊരു ഭാഗ്യം എനിക്ക് കിട്ടിയത്. സാരമില്ല മാഷെ, എന്തായാലും ദൈവം സഹായിച്ച് പ്രോഗ്രാം മുടങ്ങിയില്ലല്ലോ. അത് നടന്നില്ലേ, അത് തന്നെ ഭാഗ്യം. ഞാൻ പുകഴ്ത്തുകയല്ല കേട്ടോ പത്മ. പത്മയുടെ പെർഫോമൻസ് ഗംഭീരമായി. പത്മ അതിമനോഹരമായി നൃത്തം ചെയ്തു. നൃത്തം ഇത്രയും മനോഹരമായത് തമ്പുരാട്ടിയുടെ പാട്ടും ഇദ്ദേഹത്തിന്റെ മൃദംഗം വായനയും കൊണ്ടായിരുന്നു. ഞാൻ പാടുന്നതിനേക്കാൾ മനോഹരമായി തമ്പുരാട്ടി പാടി. അതുപോലെ ഇദ്ദേഹത്തിന്റെ മൃദംഗം വായനയും ഗംഭീരമായിരുന്നു. സത്യം പറഞ്ഞാൽ സരസ്വതി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. ഇവിടെ നടന്ന നൃത്ത മത്സരത്തിന്റെ വിജയി ആരാണെന്ന് ഇപ്പോ ബഹുമാനപ്പെട്ട ജഡ്ജസ് പ്രഖ്യാപിക്കുന്നതാണ്. താളരാഗ ലയശ്രുതിസ്വര മധുര സമ്മേളനമാണ് ഒരു നൃത്തശില്പം. മധുരമായ ആലാപനത്തിൽ മനോഹരമായി നൃത്തം ചെയ്ത് ഈ സദസ്സിനെ പുളകം കൊള്ളിച്ച മത്സരാർത്ഥി